ഈ ഒരു 5 ലക്ഷണങ്ങളുണ്ടെങ്കിൽ എന്താണെങ്കിലും ബ്രെയിനിൻ്റെ ഒരു സ്കാൻ ചെയ്യണം. അതിൽ ഒന്ന് സ്ഥിരമായിട്ടുള്ള തലവേദന, അല്ലെങ്കിൽ തലവേദന മുമ്പുണ്ടായിരുന്ന ഒരാൾക്ക് അത് കൂടിക്കൂടി വരുന്നു, അതിൻ്റെ സിവിയറിറ്റി കൂടുന്നു, അതുപോലെ തന്നെ അത് ഫ്രീക്വൻസിയും കൂടുന്നു, പെട്ടെന്ന് പെട്ടെന്ന് തലവേദന വരുന്നു. ഇനി അതൊന്നും അല്ലെങ്കിൽ ഇതുവരെ തലവേദന ഇല്ലാത്തൊരാൾക്ക് തലവേദന പുതുതായിട്ട് ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള രോഗികളിൽ എന്താണെങ്കിലും ഒരു ബ്രെയിൻ സ്കാൻ ചെയ്യണം. രണ്ടാമത്തത്, മുതിർന്ന ആളുകളിൽ അപസ്മാരം ഉണ്ടാകുമ്പോൾ, ഒരു 10-15 വയസ്സിന് മുകളിലുള്ള ഒരാളുടെ അപസ്മാരം ഉണ്ടായാൽ എന്തായാലും ഒരു ബ്രെയിൻ സ്കാൻ ചെയ്തിരിക്കണം. മൂന്നാമത്തെ കാര്യം, കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാകുമ്പോൾ. അപ്പോൾ കാഴ്ചയുടെ മങ്ങൽ നമ്മൾ എപ്പോഴും ഒരു കാഴ്ചയ്ക്ക് മങ്ങലുണ്ടായാൽ ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ, കണ്ണിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം. ഈ കണ്ണിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചതിന് ശേഷം അവർ ടെസ്റ്റ് ചെയ്തതിൽ അവർ പറയും സ്കാൻ ചെയ്യേണ്ട ആളുകൾ. അപ്പോൾ അത് കണ്ണിൻ്റെതായിട്ടുള്ള പ്രശ്നമല്ല എന്ന് അവർ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ അവരിലും സ്കാൻ ചെയ്യൽ നിർബന്ധമാണ്. നാലാമതായിട്ടുള്ളത്, നടക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ബലഹീനത, അല്ലെങ്കിൽ ഒരാൾക്ക് നടക്കുമ്പോൾ ആടി ആടി പോകുന്നു, കള്ളു കുടിച്ചവരെ പോലെ നടക്കുന്നു, അല്ലെങ്കിൽ ഒരു ഭാഗത്തിന് തളർച്ച വരുന്നു, ഇത്തരത്തിലുള്ള രോഗികളിലും സ്കാൻ ചെയ്യൽ നിർബന്ധമാണ്. അഞ്ചാമതായിട്ട് പറയാനുള്ളത്, ചില ആളുകളിൽ മറവി വരും പെട്ടെന്ന്. ഇപ്പോൾ സാധാരണ ഉള്ള ഒരു മറവിയല്ല, അവർ മറ്റുള്ളവരെ അപേക്ഷിച്ച് അല്ലെങ്കിൽ പ്രായത്തിൽ കവിഞ്ഞിട്ടുള്ള ഒരു മറവി. ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം വെച്ചാൽ, ഒന്നുകിൽ ഭക്ഷണം കഴിച്ച ആൾക്ക് തോന്നുകയാണ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, വീണ്ടും കഴിക്കുന്നു, അല്ലെങ്കിൽ നിസ്കരിച്ച ആൾ വീണ്ടും വീണ്ടും നിസ്കരിക്കുന്നു. ഇത്തരത്തിലുള്ള പല ചേഞ്ചസും ആളുകളുണ്ടാവും. അപ്പോൾ നമ്മളൊരു പ്രായത്തിൽ കവിഞ്ഞിട്ടുള്ള ഒരു മറവി, അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ ചില ആളുകളിൽ മൂത്രം അറിയാതെ പോവുക, ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ എന്തായാലും ഒരു സ്കാൻ ചെയ്തിരിക്കണം.